ബാങ്കിങ് മെനു നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ, വാളറ്റ് ചാർജ്, വാളറ്റ് റിട്ടേൺ, അങ്ങനെ 5 ഓപ്ഷൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഡൗൺ സൈഡിൽ മൈ ട്രാൻസാക്ഷൻസ് ടുഡേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ട്രാൻസാക്ഷൻസ് ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഡെപ്പോസിറ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് മാർക്ക് ചെയ്യാനാണ് പറ്റുന്നത്. ഫ്രം അക്കൗണ്ടും ടു അക്കൗണ്ടും ചൂസ് ചെയ്ത് എത്രയാണോ എമൗണ്ട് ആ എമൗണ്ടും ചെയ്ത് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡെപ്പോസിറ്റ് മാർക്കാവും. ദെൻ വിഡ്രോയും സെയിം തന്നെ, ഫ്രം അക്കൗണ്ട് ടു അക്കൗണ്ട്, ദെൻ എമൗണ്ട്, ദെൻ വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വിഡ്രോ അവിടെ മാർക്ക് ചെയ്യും. അതിൽ ഫ്രം അക്കൗണ്ടിൽ നമുക്ക് എപ്പോഴും അക്കൗണ്ട് ലിസ്റ്റുകളും ടു അക്കൗണ്ടിലും സെയിം നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആണോ പെറ്റി ക്യാഷ് ആണോ എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിം ഫ്രം അക്കൗണ്ട്, ദെൻ ടു അക്കൗണ്ട്, ദെൻ എമൗണ്ട്, ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ട് അത്, ദെൻ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫർ അവിടെ മാർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വാളറ്റ് ചാർജ് ആണ് ഐക്കൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ സെയിം അക്കൗണ്ട് ചൂസ് ചെയ്യുക, ടു അക്കൗണ്ട് ചൂസ് ചെയ്യുക, എമൗണ്ട് ചൂസ് ചെയ്യുക, അല്ലെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ വാളറ്റ് റീചാർജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാളറ്റ് ചാർജ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ 4 പ്രോസസ്സ് പോലെ തന്നെയാണ് വാളറ്റ് റിട്ടേണും. വാളറ്റ് റിട്ടേണിലും ഫ്രം അക്കൗണ്ട് ചൂസ് ചെയ്യുന്നു, ടു അക്കൗണ്ട് ചൂസ് ചെയ്യുന്നു, അവിടെ എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, ദെൻ ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ട് അത് എൻ്റർ ചെയ്യുന്നു, ദെൻ വാളറ്റ് റിട്ടേൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വാളറ്റ് റിട്ടേണും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം താഴത്തെ ടേബിളിൽ 1 by 1 ആയിട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും.